സമയം പൂളിലെ മാനേജർ അവിടെയെല്ലാം ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ആരുമില്ല എന്ന തെറ്റിദ്ധാരണയിൽ പൂളിന്റെ കവറൊക്കെ ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നു. ഇവിടെ മോതിരം എടുക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടിയ ജോണയുടെ ഹെയർ മെറ്റൽ ഗ്രില്ലിൽ കുടുങ്ങിപ്പോയിരിക്കുകയായിരുന്നു. അവരൊരു തരത്തില് തലമുടിയൊക്കെ വലിച്ചു പറിച്ച് മുകളിലേക്ക് വന്നപ്പോഴേക്കും ആ പൂളിന്റെ കവർ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരും അതിനുള്ളിൽ കടന്ന് നിലവിളിച്ചു. എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പൂളിന്റെ കവർ ഫൈബർ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒന്നായിരുന്നു. അത് മാത്രമല്ല അടുത്ത 2 ദിവസത്തേക്ക് പൂൾ ക്ലോസ്ഡും ആയിരിക്കും. സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലായ ഉടനെ തന്നെ ജോണ നമ്മളിവിടെ കിടന്ന് ചത്തുപോകുള്ളൂ എന്നെല്ലാം പറഞ്ഞ് നെഗറ്റീവ് അടിക്കാനും തുടങ്ങി. എന്നാൽ ബ്രീ അവളോട് നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാം, നീ സമാധാനിക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഫൈബർ ഗ്ലാസ് പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. എന്നാൽ അത് അവരെ കൊണ്ട് കഴിയുന്ന കാര്യമായിരുന്നില്ല. ബ്രീയുടെ ആവശ്യപ്രകാരം ഫൈബർ ഗ്ലാസ്സിൽ എവിടെയെങ്കിലും വീക്ക് പോയിന്റുകൾ ഉണ്ടോ എന്ന് രണ്ടുപേരും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കവറിൽ ഒരിടത്തായിട്ട് ഒരു ഹോള് ജോണ കണ്ടെത്തുന്നു. എന്നാൽ ആ ഹോള് അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടാക്കുന്നതായിരുന്നില്ല. കാരണം അത് തീരെ ചെറുതായിരുന്നു. അവരുടെ കൈ പോലും അതിന്റെ ഉള്ളിൽ കൂടെ കടത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജോണയാണെങ്കിൽ ഫുള്ള് നെഗറ്റീവോട് നെഗറ്റീവ്, ചത്തുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഇരിക്കുന്നത്. ബ്രീ ഒരു തരത്തില് അവളെ സമാധാനിപ്പിക്കുന്നു. ബ്രീക്ക് പൂളിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് ബോർഡ് ലഭിക്കുന്നു.